നമസ്കാരം, ഞാൻ ഡോക്ടർ വരുൺ വേണു. ഞാൻ ആറ്റുകൽ ദേവി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജനാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമൺ ആയിട്ട് ആളുകൾക്കെല്ലാം ഉണ്ടാകുന്നതും കോമൺ ആയിട്ട് നമ്മുടെ ഒ പിയിൽ സ്ഥിരം വരുന്നതായിട്ടുള്ളൊരു അസുഖമാണ് ടെന്നീസ് എൽബോ. അത് സാധാരണ ആളുകൾ വരുന്നത് ആണുങ്ങളിലാണെങ്കിൽ ബൈക്ക് ഓടിക്കാനുള്ള ബുദ്ധിമുട്ട്, എന്തെങ്കിലും വെയിറ്റ് എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ഭാരപ്പെട്ട ജോലി ചെയ്യുമ്പോൾ വേദന, മെയിനായിട്ട് വേദന ഉണ്ടാകുന്നത് കൈമുട്ടിലായിരിക്കും. കൈമുട്ടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും വേദന പറയുന്നത്. സ്ത്രീകളിൽ തുണി പിഴിയാനുള്ള ബുദ്ധിമുട്ട്, എന്തെങ്കിലും വെയിറ്റ് എടുക്കുമ്പോൾ മുറ്റം അടിക്കുമ്പോഴുള്ള വേദന, അതൊക്കെയാണ് സാധാരണ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം ഇതുണ്ടാവുന്നത് ഒരു മസിൽ ഗ്രൂപ്പുണ്ട്, ഒരു നമ്മുടെ കൈയുടെ മുകളിലായിട്ടുള്ള എക്സ്റ്റൻഷൻ ഗ്രൂപ്പ് ഓഫ് മസിൽസ് ഈ ഭാഗത്തോട്ട് വന്ന് ചേരുന്നിടത്ത് ചെറിയ കീറലുകൾ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ മൈക്രോ ടയർ വന്ന് ആ മസിൽ കീറുമ്പോഴത്തേക്ക് അതിൽ നീരുണ്ടാവുന്നതാണ് നമ്മുടെ ടെന്നീസ് എൽബോ. ടെന്നീസ് എൽബോ എന്ന് പറയാൻ കാരണം കോമൺ ആയിട്ട് ടെന്നീസ് കളിക്കാർക്ക് ബാക്ക് ഹാൻഡ് സ്ട്രോക്ക് വരുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ടയർ ഉണ്ടായതുകൊണ്ടാണ്. അത് എന്താണ്, നമുക്ക് അതിന് ചികിത്സിക്കാൻ പറ്റും, എന്തെങ്കിലും വേറെ കാരണങ്ങളുണ്ടോ എന്നുള്ളതാണ്. അതായത് മെയിനായിട്ട് പറയുന്ന കാരണം ഓവർ യൂസ് തന്നെയാണ്. അതായത് ആ മസിലിന് കൂടുതലായിട്ടുള്ള ജോലി വരുമ്പോൾ ഒരു ഓവർ യൂസ് പത്തോളജി വരുമ്പോഴാണ് ഈ മസിൽ കീറുന്നത്. രണ്ട് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള പത്തോളജി, അതായത് ചിലർക്ക് യൂറിക് ആസിഡ് ഉണ്ടാകുമ്പോൾ, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, വാദത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഈ മസിലുകളിൽ നീരടിഞ്ഞു കൂടും. അങ്ങനെ ആ മസിലിനായിട്ട് പെയിൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഓവർ യൂസ് മാത്രമല്ല, നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്ത് ഇതൊന്നും കുഴപ്പമില്ല, നോർമലാണെന്നും കൂടെ നമുക്ക് ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനെന്തായിട്ട് ചികിത്സ ചെയ്യാമെന്നാണ്. ചികിത്സ നമുക്ക് മരുന്നിനെക്കാട്ടി ഏറ്റവും അത്യാവശ്യം മസിലിനുള്ള റെസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ല, ആ മസിൽ ഗ്രൂപ്പ് അവിടുന്ന് വന്ന് അറ്റാച്ച് ചെയ്യുന്ന എല്ലിൽ നിന്ന് ചെറിയ കീറലുണ്ടാകുമ്പോഴാണ് ഈ ടെന്നീസ് എൽബോ ഉണ്ടാകുന്നത്. ആ മസിലിന് റെസ്റ്റ് കൊടുക്കാണ്ട് അതിൽ പൂർണ്ണമായി കരിയില്ല. അത് 3-4 മസിൽ ചേരുന്ന വലിയൊരു എക്സ്റ്റൻസ് ഗ്രൂപ്പ് ഓഫ് മസിൽസാണ്. അപ്പം അത്രയും റെസ്റ്റ് ആ മസിലിന് ആവശ്യമുണ്ട്. അപ്പം മരുന്നിനൊപ്പം മരുന്ന് എന്തായാലും വേണം. മരുന്ന് നീര് കുറയാനുള്ള മരുന്നുകളുണ്ട്, അതിൽ വീക്കം കുറയാനുള്ളത്, പിന്നെ കൊളാജൻ്റെ മരുന്നുകൾ, മസിൽ ഹീൽ ചെയ്യാനുള്ളത്. അപ്പോൾ മെയിനായിട്ട് റെസ്റ്റും കൂടെ ഉണ്ട്, മരുന്നിനൊപ്പം റെസ്റ്റും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഹീൽ ചെയ്യുള്ളൂ. വേറെ വിട്ടുമാറാതെ നിൽക്കുന്നവർക്ക് എന്ത് ചെയ്യാം? വിട്ടുമാറാതെ നിൽക്കുന്ന നമ്മൾ മരുന്ന് കൊണ്ട് മാറുന്നില്ല, അതിന് അടുത്ത പടിയായിട്ടാണ് പിന്നെ ടെന്നീസ് എൽബോ ബ്രേസ്, ആ ബെൽറ്റ് ഉപയോഗിക്കുന്നത്. മിക്കവരും നമ്മൾ വഴിയിൽ കൂടെ പോകുന്നവർ മിക്കവരും കയ്യിലിട്ട് നടക്കുന്നത് കാണാറുണ്ട്. ആ ടെന്നീസ് എൽബോ ബ്രേസ് നമ്മൾ ഭാരപ്പെട്ട ജോലി അല്ലെങ്കിൽ സാധാരണ വീട്ടു ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുക, അല്ലാത്ത സമയത്തൊക്കെ അഴിച്ചു വെക്കാം. അതിലും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പടിയായിട്ട് ലോക്കൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ, ആ ഭാഗത്തായിട്ട് സ്റ്റിറോയിഡോ അല്ലെങ്കിൽ ആ ഭാഗത്ത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, PRP എന്ന് നമ്മളിപ്പോൾ കോമൺ ആയിട്ടൊക്കെ നാട്ടിൽ കേൾക്കുന്ന PRP, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ഇഞ്ചക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. അത് പക്ഷേ സ്റ്റിറോയിഡ് ആയതുകൊണ്ടും വളരെ ലിമിറ്റഡ് ആയിട്ട് ഷുഗർ ഇല്ലാത്തവർക്കൊക്കെ മാത്രമായിട്ട് അല്ലെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്തവർക്ക് മാത്രമായിട്ട് നമ്മൾ ലിമിറ്റ്. പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ആണെങ്കിൽ കുഴപ്പമില്ല, എടുക്കുന്നതിൻ്റെതായിട്ടുള്ള റിസൾട്ട് ഉണ്ട്. രണ്ടാമതായിട്ട് പറയാനുള്ളത് റിക്കറൻസ് ഉണ്ടാവാതിരിക്കാൻ, ഇത് വീണ്ടും വീണ്ടും വരാതിരിക്കാൻ, വീണ്ടും വീണ്ടും വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ്. വീണ്ടും വീണ്ടും വരാതിരിക്കാനായിട്ട് സ്ട്രെച്ചിങ് എക്സസൈസുകൾ, മസിൽ ഗ്രൂപ്പിനെ സ്ട്രെച്ച് ചെയ്യാനുള്ള എക്സസൈസുകൾ, ആ മസിൽ ഗ്രൂപ്പിനെ അത്യാവശ്യം നീളം അറ്റൈൻ ചെയ്യുക. അപ്പം വീണ്ടും നമ്മൾ ഓവർ യൂസ് വരുമ്പോഴത്തേക്ക് വീണ്ടും അത് സ്ട്രെച്ച് ചെയ്ത് കീറാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള റുട്ടീൻ പാലിച്ചു പോയി കഴിഞ്ഞാൽ അങ്ങനെ കുഴപ്പമുണ്ടാക്കാത്തൊരു അസുഖമാണ് ടെന്നീസ് എൽബോ.